കഴിഞ്ഞ വർഷം മുതൽ വെക്കേഷനായി കഴിഞ്ഞ കുറച്ച് ദിവസം അവൻ്റെ മുത്തശ്ശൻ്റെയും കൂടെ പട്ടാമ്പി പോയി നിൽക്കുന്നത് അബിക്കുട്ടനൊരു ശീലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയിൽ ഇപ്രാവശ്യവും വെക്കേഷനായപ്പോൾ പട്ടാമ്പിയിൽ പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾ പട്ടാമ്പി കൊണ്ടാക്കി. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നമ്മളെക്കാളും നന്നായിട്ട് നമ്മുടെ കുട്ടികളെ നോക്കാൻ അറിയുന്നവരായിരിക്കും നമ്മുടെ ഗ്രാൻഡ് പാരൻസ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ കുറച്ചൊക്കെ കൊഞ്ചലും ലാളനകളും കുറച്ച് കൂടുതൽ കിട്ടുന്നതിൻ്റെ ഒരു കുഴപ്പം അതിനുശേഷം അവർക്ക് ഇത്തിരി ദിവസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പട്ടാമ്പിയുടെ അടുത്തുള്ള കൊടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പെരുങ്ങോട്ടുകുളത്ത് ഒരു അക്ബർ സാറ് നീന്തൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. അത് കേട്ടപ്പോൾ തന്നെ നീന്തൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നും രാവിലെ മുത്തശ്ശൻ്റെ കൂടെ അവൻ നീന്തൽ പഠിക്കാൻ കുളത്തിലേക്ക് പോകും. ഫസ്റ്റ് ഡേ ആണിത്. അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. രാവിലെ ഏകദേശം 6:30 കഴിഞ്ഞ് എണീച്ച് കുളത്തിലേക്ക് പോവും. ഒരു 7 മണി മുതൽ 9 മണി വരെയാണ് കുളത്തിലുണ്ടാവുക ഏകദേശം. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നീന്താനുള്ള ഒരു ടെക്നിക്ക് പിടികിട്ടിയിട്ടുണ്ടായിരുന്നു. നീന്തുന്നുണ്ടായിരുന്നു, പക്ഷേ സ്റ്റാമിനയുടെ ഒരു കുറവും പേടിയും ഉള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. പിന്നെ അടുത്ത ട്രെയിനിങ് എന്ന് പറയുന്നത് കുളത്തിലേക്ക് ചാടി നീന്തുന്നതിൻ്റെ ആയിരുന്നു. അതിൻ്റെ ഒരു പേടിയാണ് ഈ തുടക്കത്തിൽ കാണുന്നത്. ചാടാൻ നല്ല പേടിയുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ആദ്യം ആര് ചാടണം എന്ന ഡിസ്കഷനൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും പേടിയോട് കൂടിയിട്ടാണെങ്കിലും ചാടി തുടങ്ങി. പിന്നീട് അതിനുശേഷം പതിയെ പതിയെ ചാടാനുള്ള കോൺഫിഡൻസ് കൂടി വന്നു. എന്തായാലും ഒരാഴ്ച കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അബിക്കുട്ടൻ നീന്തൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു. അവിടെ തന്നെ ഒരു നീന്തൽ മത്സരം ഉണ്ടായിരുന്നു, അതിലും പാസ്സാവാൻ സാധിച്ചു. ഇതിൽ നീന്തൽ പഠിപ്പിച്ച അക്ബർ സാറിൻ്റെ പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ലാഭത്തിനും വേണ്ടിയിട്ടല്ല അദ്ദേഹം ഈ നീന്തൽ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പാഷനായിട്ടാണ്. അതായത് ഒരു ഫീസ് പോലും കുട്ടികളുടെ അടുത്ത് നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളുടെ കൂടെ നീന്തലറിയാത്ത രക്ഷിതാക്കൾക്കും കൂടി പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പർ കട്ടിങ്ങാണിത്. അക്ബർ സാറും കുട്ടികളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അബിക്കുട്ടൻ്റെ നീന്താനും ചാടാനൊക്കെയുള്ള പേടിയൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് നീന്തുന്നുണ്ട്. അക്ബർ സാറും അവൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെയുള്ള നന്ദി ഒരുപാടുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അതുമാത്രമല്ല, അതുകൂടാതെ ഇതിൽ നമ്മൾ മറക്കാൻ പറ്റില്ലാത്ത 2-3 പേരും കൂടി ഉണ്ട്. അവൻ്റെ കുഞ്ഞു മുത്തശ്ശിയും കുഞ്ഞു മുത്തശ്ശനും അതുപോലെ തന്നെ അശോകമ്മാവനും. അവൻ്റെ വെക്കേഷൻ ഇത്രയും അടിപൊളിയാക്കിയതിൽ അവരുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. പിന്നെ അബിക്കുട്ടൻ്റെ സ്വന്തം മുത്തശ്ശനും ഇവരോട് പിന്നെ നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവരില്ലെങ്കിൽ ഇതൊന്നും സാധിക്കില്ല എന്ന് നമുക്കും അറിയാം, അവർക്കും അറിയാം. എന്തായാലും അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ ബാക്കി വെച്ചിട്ട് ഈ അവധിക്കാലം ഇവിടെ അവസാനിക്കാറായി.